വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്തായാലും ഈ സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളം എന്ന സിനിമയുടെ പാട്ടും ട്രെയിലറും ഒക്കെ. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു എൻറ്റയർ ഫിലിം നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. സോ മുരളി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സർ, I request you to come onto the stage. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം. കുടുംബത്ത് കയറ്റാൻ കൊണ്ടില്ല. ഗുഡ് ഈവനിങ് സർ. അപ്പം സാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഇവിടെ നടക്കാൻ പോവാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 2 വാക്ക് അവരുടെ പ്ലീസ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തായാലും ഒരേ സിനിമയും കൂടെ അഭിലാഷാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാം. അങ്ങനെ ഇവർ പിന്നെ 2-3 പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്തത്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ എൻ്റെ അടുത്ത് എത്തിപ്പെടാനും അത് ചെയ്യാനും ഭാഗ്യമുണ്ടായി. ഇത്രയും അവസാനിപ്പിക്കുന്നു. മാളികപ്പുറം ടീം രണ്ടാമതായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ എന്തായാലും ആ ഒരു സിനിമയുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന അത്രമൂർത്തികളില്ലാതെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു ചേട്ടൻ, റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് ചേട്ടൻ ആൻഡ് ഓൾസോ ദ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ ചേട്ടൻ. പ്ലീസ്. മൂന്ന് പേർക്കും ഗുഡ് ഈവനിങ്. നിങ്ങൾ 3 പേരും നിങ്ങളുടെ ആ ഒരു പുതിയ വർക്ക് നമ്മുടെ ഓഡിയൻസിനെ എല്ലാവരെയും മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ഫുൾ കേരളക്കരയാകെ ഒരു ഹിറ്റ് മുഴക്കി നിങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം വാട്ട് ആർ യു ഗൈസ് ഗോണ കം വിത്ത്? സാധാരണ അഭിലാഷ് ചേട്ടനാണോ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിഷേകത്തിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വേറൊന്നുമല്ല, വിഷ്ണു ശേഷങ്ങൾ ആദ്യം സംസാരിക്കണ ഒറ്റ വാചകം പറയത്തുള്ളൂ, എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ് ചേട്ടൻ പറയുമെന്ന്. ഇനി ഞാനാണ് ആദ്യം സംസാരിച്ച് 2ാം തവണയെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് വേറൊന്നുമില്ല എന്ന്. അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളി പണി എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച 90% ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ മഴ ഇത്രയും ചതിച്ചിരുന്ന ഒരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമെന്ന് അറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും, ഞങ്ങൾ വരും എന്ന് പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി. അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണം എന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു കഥ, ആ കഥ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കം വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു. അതിനുശേഷമാണ് മാളികപ്പുറം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച് അതൊരു വലിയ വിജയമായി. അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന 2 പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ. അതിലാദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു 5-6 വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം. അതിനേക്കാൾ വലിയ എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ. 2ഉം. അതിൽ വിഷ്ണു ഇതിനു മുന്നേ ഞാൻ ചെയ്ത ഞാൻ എഴുതിയ മറ്റ് 4 സിനിമകളിലും 3 സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം, നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല മടിയനെ എന്നെ വേണ്ടി ഈ സ്ക്രിപ്റ്റ് എഴുതിച്ചത് വിഷ്ണുവാണ്. അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അവൻ 1.5 വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയാക്കി കൊടുക്കാനായിട്ട്. കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു. അതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു. അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത്. പിന്നെ രഞ്ജൻ, അവനെ സംബന്ധിച്ച് ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ 6 സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ. 6ാമത്തെ ഈ സിനിമയും
രഞ്ജിൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് അടർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിനും കഥ പറയാൻ ചേർന്നത്. വിജയേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജയേട്ടനാണ് ഞാൻ പറഞ്ഞത്, വിജയേട്ടൻ മ്യൂസിക് വേറെ ആരെയും കൈവെക്കലിൽ ഞാൻ പറയാറുണ്ട്. അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ച ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോകാം. ഇതിലും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാനൊരു ഇവന്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു എന്താ പറയുക, മാളികപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു. മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു, എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ. അപ്പോൾ അതെ, പക്ഷെ അതിൻ്റെ മാളികപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ IMA ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അന്ന് നെഞ്ചു വിരിച്ച് തന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു. പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിടിപ്പോടെയാണ് നിൽക്കുന്നത്. ഇത്ര നേരം സംസാരിക്കാത്തതുകൊണ്ട് ഇവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അതൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷനിൽ പോലും ഇത്ര സംസാരിക്കാറില്ല. ജീവിതത്തിൽ കുറെ പുതിയതായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജിൻ രാജ് പറയും. ഇത്രയും പറഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. എന്താ പറയുക, അഭിലാഷിൻ്റെ കൂടെ 6ാമത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യം എനിക്കൊന്ന് കടാവറാണ് അഭിലാഷിൻ്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ അഭിലാഷ് പറഞ്ഞ കഥ സുമതി വളവാണ്. പറയാൻ പാടില്ല, സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെയും പേജിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് മറച്ചു വെക്കുന്നില്ല, നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലും ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഇത്രയും പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വനിതാ തിയേറ്ററിലെ ഷോ ഹൗസുള്ളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈ ഒരു ലോകത്തേക്ക്, ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ്. ബാക്കി കാണാം അല്ലേ. തുടങ്ങി വെച്ചിട്ട് 3 പേരും അവിടെ കൈകിട്ട് നിൽക്കുന്നുണ്ട്. പ്ലീസ്, ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. അഭിചേട്ടാ, ഇതെന്നാ നമ്മള് സ്ക്രീനിൽ കണ്ടത്? നമ്മള് എല്ലാവരും ഒന്നും കൂടെ ഒന്ന് പേടിപ്പിക്കാനുള്ള പ്ലാനാണ്. ആക്ച്വലി ഇവിടെ വന്നപ്പോ തൊട്ട് കുറെ പ്രേതപ്പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇതായിരുന്നു അതിന്റെ പുറകിലെ ഒരു ഗുട്ടൻസ് അല്ലേ? ഞാനിത് എഴുതുമ്പോഴും ഈ പാട്ടൊക്കെ കേട്ടോണ്ടാണ് എഴുതിയത്. കാരണം കുറേ നാള് ട്രിവാൻഡ്രത്ത് താമസ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി, സുമതി വളവ്. അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ഒരു 5 ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി 12 മണിക്ക് ആ വളവിൽ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അടിക്കണ്ട, അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം. ആ ഒരു നമ്മൾ കേട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടിക്കേട്ട പാട്ടുകളിൽ ഒരു പാട്ടായിരുന്നു വിനയൻ സാറിൻ്റെ തന്നെ പുതുമഴയായി ആകാശങ്ങളിലെ പാട്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചിത്രത്താഴിലെ ഒരു മുறை വന്ന് പാർത്തായും പഴന്തമിഴ് പാട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത്, ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം 93 കാലഘട്ടമാണ്. 93 വലിയ പ്രത്യേകതയുണ്ട്. 93 ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളൊരു വർഷമാണ്. അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ്. അപ്പോൾ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം. 93 മറ്റൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു ശശിശേഖരൻ്റെ അച്ഛൻ്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ്. അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും 18ാം നൂറ്റാണ്ടും ഒക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി. അങ്ങനെയാണ് മാളികപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതിയോളമാക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത്. പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത്.
കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കൂ, അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കും എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എന്ന് എഴുതാൻ പോയില്ല. കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും. അതിനുപകരം പകൽ എഴുതിയിട്ട് ഇതിൻ്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണുവും ഞാനും ഞങ്ങൾ എഴുതിയ സ്ഥാനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഇപ്പം വേണേൽ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാം, പക്ഷെ നാളെ അതിൻ്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ. ഇപ്പം ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്തുകയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാനിപ്പോൾ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം ഇത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ്. അർജുനാണ് അതിലെ ഹീറോ. അതിൻ്റെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്, വിഷ്ണു, നമ്മുടെ വിനയൻ സാറിൻ്റെ മകൻ. വിഷ്ണു എവിടെയോ ഉണ്ടായിരുന്നു. അപ്പം അതിലെ നായകനും അർജുനാണ്. അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി. കഥ പറഞ്ഞ് ലൊക്കേഷനിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി. അങ്ങനെ എന്ത് അഭിലാഷേട്ടന്റെ സ്ക്രിപ്റ്റ് ആവുമ്പോ കഥ എന്തായാലും അടിപൊളിയായിരിക്കും, നമുക്ക് അങ്ങ് അനുമാനിക്കാം. അഭിലാഷേട്ടാ അതെ അതെ അതെ, ചുമ്മാ ഇരിക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇത് ഞങ്ങളുടെ 3 പേരുടെ സിനിമയല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ പുറകെ നമുക്ക് വിളിക്കാം. ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും. പിന്നല്ല, അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്, ഇവിടെ എങ്ങും വന്നിരിക്കാതെ അല്ലേ, ഒരു വലിയ ഹലോ ത്തിലൂടെ നമ്മളുടെ ഒപ്പം അനാമികയായിട്ട് വന്നിട്ട്, അനാമികയുടെ കൂടെ മാത്രമല്ല ഇപ്പൊ ഒരു 3ാമത്തെ കക്ഷിയാണ് കൂടെ. അത് അടുത്ത പടത്തിൽ മനസ്സിലാവും. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു. ഇതിപ്പോ എന്താണ് ചേട്ടാ, സുമതിയുള്ളവര് സുമതിയുടെ ഒപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ? കഥ പറയാൻ കഥ പറഞ്ഞിട്ടില്ലെന്നല്ലേ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കഥയൊക്കെ അറിയാം. 2018 കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണേ. ഞാൻ കഥ കേൾക്കണ വേറെ ഒന്നും ചെയ്യണ. അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കകത്ത് ഇരുന്നിട്ടാണ്. അർജുനൊരു കാർ വാഷ് ഉണ്ടായിട്ടാണെന്ന് പറയുന്നത്. അന്ന് ഈ കഥ കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അല്ല, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്ന് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്. ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പോൾ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുമതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കൊളവാക്കിയ പോലെ. ഇല്ല, കുഴപ്പമില്ല. ഞങ്ങള് നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും പറക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അത് പൊട്ടിച്ച്. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. കാസ്റ്റിലേക്ക് അഭിലാഷേട്ടൻ വിളിക്കും. ഞാനിപ്പോൾ ക്രൂ, എൻ്റെ ടീമിനൊന്ന് ഞാൻ വിളിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ പടത്തിന് ഇപ്പോൾ DOP ചെയ്യാനായിട്ട് മാളികപ്പുറത്തിന് വിഷ്ണുവേട്ടനായിരുന്നു. ഇതിൽ പക്ഷേ ഞാൻ ഒന്ന് തമിഴിൽ നിന്നൊരു DOPനെ കൊണ്ടുവരികയാണ്. അദ്ദേഹം ലവ് ടുഡേ എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ സഭാനായകൻ ഇപ്പോൾ വിജയ് സേതുപതിയുടെ ഇറങ്ങാൻ പോകുന്ന മഹാരാജ എന്ന ഈ ചിത്രങ്ങൾ ചെയ്ത DOP ആണ്. ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ സീമരാജ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്. അതിനുശേഷം ഉണ്ടായ ഒരു ചെങ്ങാത്തമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേശ് പുരുഷോത്തമനെ യുഗൻ ജിഗർദണ്ഡ XX എന്ന 2 സിനിമകൾ ചെയ്ത ഷഫീഖ് മുഹമ്മദ് ആണ് നമ്മുടെ ഈ പടത്തിൻ്റെ എഡിറ്റർ. ഇനിയിപ്പോൾ നമ്മുടെ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ അജയേട്ടനാണ്. അജയ് മങ്ങാട് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അജയേട്ടൻ്റെ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങിയ ഈ പരിപാടി നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് പോരാ. എല്ലാവർക്കും അറിയാം അജയേട്ടനെ. അജയേട്ട അവിടെ ഉണ്ടോ? ഓക്കെ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ചെയ്യുന്ന സുജിത് മട്ടന്നൂർ, സുജിത്തേട്ടനെയും
സുഹിത് മട്ടന്നൂർ ചേട്ടനെയും ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ജിത്തേട്ടാ, നിങ്ങളെ ജിത്തേട്ടനാണ് നമ്മുടെ പടത്തിലെ ചമയങ്ങളെല്ലാം നോക്കുന്നത്. ഫൈനൽ കാസ്റ്റിംഗ് ആയിട്ടില്ല, കാരണം ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആവുമ്പോഴത്തേക്കാണ്. ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയി ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണം എന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട്. പ്രേമലൂരൊക്കെ കുറേ തവണ. അപ്പോൾ ആ ആള് ശ്യാമ ഈ സിനിമയിലൊരു ത്രൂഔട്ട് വേഷമാണ് ചെയ്തത്. ശ്യാമിനെ വിളിച്ചു തോന്നി, ശ്യാം നമ്മുടെ അടുത്ത പടത്തിൽ വിഷ്ണുവാണ് പറയുന്നത് ആദ്യം. അപ്പോൾ ശ്യാം ചോദിച്ചു, ചേട്ടാ JK ആണോ എന്ന് ചോദിച്ചു. അവൻ അല്ല എന്ന് പറഞ്ഞു. പറയണ എന്ന് സംസാരിക്കണം എനിക്കറിയില്ല. എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. IMA-യിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ IMA ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലൊരു കഥ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട്, അഭിലാഷ് കൂടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോന്ന്. കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ക്രൂവും കാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അർജുൻ ബ്രോയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, റൊമാൻസ്. അതെ, അനൗൺസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ചേട്ടാ, സ്പെഷ്യൽ താങ്ക്സ് ടു യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു പടമായിരിക്കുന്നു വിശ്വസിക്കുന്നു, അല്ലേ? കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ആ സിനിമയിൽ അഭിനയിക്കുന്ന. അത് നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി, ഗോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പിള്ള രാജേശ്വരന്റെ മകൻ നിരഞ്ജൻ. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇവിടെ ഇത്രയും ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഭയങ്കര ഹ്യൂമങ്കസ് ലോഞ്ചാണ്. അപ്പം അത്രയും വലുപ്പത്തിലുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ 5 ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത്. അപ്പം കൈ വിറച്ചാണ് എനിക്ക്. പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള. അതുകൊണ്ടാണ് ഞാനിന്ന് വിഷ്ണുവിനെ വരെ കൊണ്ടുവന്നത്. വളരെ രസകരമായ സംഭവമാണ്. ഞങ്ങൾ രാത്രി പോയി, ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി. നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീട്ടിലും പോയി. രാവിലെ 5 മണിക്ക് എന്നെ വിളിക്കുകയാണ്, ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം ഇവൻ സേഫ് ആണല്ലോ, വീട്ടിലല്ല വീഴുന്നത്. ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു. പോയി തുറക്കുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. 4 തവണ കോളിംഗ് ബെൽ അടിച്ചു, വീണ്ടും തുറന്നു. പിന്നെ കോളിംഗ് ബെല്ല് കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ, സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തു വിടാം. കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ കാണിച്ചു തരാം അതിലെന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കെയറി ആയെന്നുള്ളത്. അടുത്തത് ഈ പറയുന്ന പോലെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല. ആളിവിടെ എത്തിയിട്ടുണ്ട്, ദേവനന്ദ ഈ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ദേവനന്ദ വാ, കുറച്ച് ദിവസം നമ്മൾ ഏറില്ല ചെയ്യുന്നുണ്ട്. അർജുൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതെല്ലാം സിനിമയിൽ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് ഉപയോഗമായിട്ടുള്ളതാണ്. അപ്പം ലാൽ സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ. Gopika, requesting you to speak a few words to the audience. നമസ്കാരം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്യുന്നത്. ശിവം, ഷാജി കൈലാസ് സാറിൻ്റെ, പിന്നെ ബാലേട്ടൻ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷമുണ്ട്, ടെൻഷനും ഉണ്ട്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷ് ചേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ്, കുഴപ്പമൊന്നുമില്ല.
പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അഭിലാഷ് ഏട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ, അമ്മ, അനിയത്തി. ഇപ്പം എനിക്കൊരു ഫാമിലിയും കൂടി ഉണ്ട്, ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന GP ചേട്ടൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഞാനതിൻ്റെ 100% ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ അഭിലാഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കാതെ. പക്ഷെ അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല വന്നത്. ഇങ്ങനെ ഒരു ഇവൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്നായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ശ്യാമേട്ടൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിന് ശേഷം ഇനി അടുത്ത പടയതാ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ശ്യാമേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അടുത്ത അഭിലാഷേട്ടൻ്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്തിൻ്റെ അടുത്ത ടീമിൻ്റെ പടമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അടിപൊളി, ഭാഗ്യം, ശ്യാമേട്ടൻ്റെ ഭാഗ്യം എന്നൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ അറിയുന്നത്. 3 മണിക്കൂർ മുമ്പ് കഥ കേട്ടത്. 3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം സ്റ്റേജിൽ വിളിച്ചത്. അതെ, അപ്പോൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും ഇതിലുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ പടത്തിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരേ നാട്ടുകാരാണ്, അറിയോന്നറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. അപ്പോൾ ഇതിലോട്ട് ഇതിലൊരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീൻ ദുബായിലാണ്, ദുബായ് എത്തിയിട്ടില്ല. ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണ്. ഇതല്ലാതെ ഏകദേശം 20ഓളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഗസ്റ്റ് അപ്പയറൻസ് ആയിട്ടും ഒക്കെ മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടുപോയ ഒരാളുണ്ട്. അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ സ്റ്റേജിലേക്ക് വരാഞ്ഞ്. ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് മാളികപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത രാഹുലാണ്. രാഹുലിനെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല. അല്ല, നീ ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല, പറഞ്ഞോന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പം ഞങ്ങൾ ഇപ്പം ഈ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ വിട്ടു. ഇതിൻ്റെ ഷൂട്ട് 2 മാസത്തോളം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. എല്ലാം ഒത്തു വന്നാൽ ചിങ്ങം 1-ാം തീയതി ഈ പടത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കുകയാണ്. പിന്നെ വിളിക്കേണ്ട 2 പേര് ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമാണ്. പക്ഷെ അവർ 2 പേരും നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോയിട്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല. സുനിലേട്ടനും പ്രതീക്ഷേട്ടനും ഇവർ 2 പേരും ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ എവിടെയാന്ന് വെച്ചാൽ ഇവിടെ നിന്നോ. ഇതാണ് ഞങ്ങളുടെ. നമസ്കാരം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള ആൾക്ക് നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ, വണ്ടർഫുൾ ക്രൂ, വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ്. അപ്പം എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും. എനിക്ക് നല്ല സിനിമകളുടെ ഇങ്ങനെ പ്ലാൻ കാണുമ്പോൾ എന്തോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ. അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലേ. എല്ലാ ദിവസവും കഥ പറയും, എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, നമ്മുടെ മലയാള സിനിമ ഇപ്പം 90s ആണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന്. കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് 2024 1000 കോടി വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ്. മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നീഷായിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിൾ വരെ എഴുതി. സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ മലയാളം സിനിമ. അത് മാത്രമല്ല കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു.
അത് കഴിഞ്ഞ് OTT-യുടെ ഇപ്പം പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം. അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ. പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ OTT-യും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം, നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം, അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് അല്ല, ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും. ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ല കണ്ടന്റ് ഉണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ്. അതിൻ്റെ കൂടെ ഹൊററാണ് നമ്മൾ കണ്ടതാണ്. ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള, പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന, പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജിനെയും ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. മുരളീചേട്ടൻ ഓൾസോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു.